രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇത് 107ാമത്തെ എപ്പിസോഡാണ്. ദശകം 11 അതിനകത്ത് 1ാമത്തെ ശ്ലോകമാണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിൽ നാരായണീയം കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ സർവസ്വവുമായ രാധ, കണ്ണൻ്റെ രാധയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളവർ ചൊവ്വാഴ്ചത്തെ 12 മണിക്കുള്ള രാധയുടെ പ്രണയം കേൾക്കുക. ബുധനാഴ്ച ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, വ്യാഴാഴ്ചയാണ് അഷ്ടപതിയുടെ രചയിതാവായ ജയദേവ കവിയുടെ പ്രണയത്തിലൂടെയുള്ള യാത്ര. അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. അതേ കണക്ക് തന്നെ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാം. ദൂരെയുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നുള്ളതാണ്. ഡീറ്റെയിൽസ് അറിയാൻ 9645333999 ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെയാണ് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ വിളിക്കുക. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റ് എടുത്ത് അഷ്ടാവക്ര ഗീത കേൾക്കുക. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീതയ്ക്കൊപ്പം തന്നെ രാധികാ കവചം 2 ഉണ്ട്. അത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് 2ഉം കേട്ട് അത് അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം. അതിനുശേഷം വേണം നിങ്ങൾ രാധാ സഹസ്രനാമം ജപിക്കേണ്ടത്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്, കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. അതേ കണക്ക് തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കേൾക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്നും രാവിലെ മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. പോസിറ്റീവ് എനർജിയുള്ള മോട്ടിവേറ്റീവായിട്ടുള്ള സ്പീച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പാടിത്തരുന്നത് മഞ്ജു ആണ്. കഴിഞ്ഞ നാരായണീയം എപ്പിസോഡും പാടിയത് മഞ്ജു ആണ്. ഇതിനു മുമ്പും നമുക്ക് മഞ്ജു പാടി തന്നിട്ടുണ്ട്. ശരിക്കും ആ നാരായണീയത്തിൻ്റെ ഉൾക്കാഴ്ച, ആ നാരായണീയം എന്തെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ തട്ടി വളരെ ഭക്തിയോടുകൂടി അതിമനോഹരമായി നമ്മുടെ മഞ്ജു ആലപിക്കുകയാണ്. നിങ്ങളത് കേട്ടുള്ളൂ. ഓം നമോ നാരായണായ. ദശകം 11. ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും ജനനം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാസനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. രാധേ രാധേ ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എപ്പോഴും എന്നോട് പറയുന്നതാണ് എനിക്ക് രാധാറാണി ദർശനം നൽകിയ ആ മുഹൂർത്തത്തെക്കുറിച്ച് പറയാൻ. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായിട്ട് നിങ്ങൾ എൻ്റെ പിന്നാലെയാണ്. പക്ഷെ ഞാനത് പറയാതിരുന്നതാണ്. എന്തായാലും രാധാറാണി എനിക്ക് ദർശനം തന്ന ആ ദിവ്യ മുഹൂർത്തം അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ എന്താണോ ചെയ്തത്, രാധാജിയെ പ്രത്യക്ഷമായി എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഏത് വഴിയിലൂടെയാണോ സഞ്ചരിച്ചത് ആ വഴികളൊക്കെ ഞാൻ ഒന്നൊന്നായി തുറന്നു പറയുകയാണ്. നിങ്ങളും ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് രാധാജിയുടെ ദർശനം കിട്ടും. ഈ മാസം 31-ാം തീയതി, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടിയിരിക്കും. നിങ്ങളത് മനസ്സിരുത്തി കേൾക്കുക. ഞാൻ എന്ത് ചെയ്തോ അതുപോലെ നിങ്ങൾ ചെയ്യുക. രാധാജിയുടെ ദർശനം നിങ്ങൾക്കും ലഭിക്കട്ടെ. രാധേ രാധേ. അപ്പോൾ നമ്മുടെ മഞ്ജു അത് പാടി തന്നത് കേട്ടല്ലോ. അതേ കണക്കൊരു കാര്യം, കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. അതീവ വിശുദ്ധമായ ആ വീഡിയോ നിങ്ങൾ കേൾക്കണം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഞാനത് അയച്ചു തരുന്നതാണ്. അപ്പോൾ അതേ കണക്ക് തന്നെ ഞാൻ മുമ്പിട്ടിട്ടുള്ള 3 വീഡിയോ, അത് നിരവധി പേരാണ് അതിൻ്റെ ലിങ്ക് ചോദിക്കുന്നത്. എനിക്കതിനകത്ത് വളരെ സന്തോഷമുണ്ട്. അത് ഒന്ന്, കാർത്തു മോളെ ഈ മാമ്പഴം ഞാൻ എന്ത് ചെയ്യണം. രണ്ടാമത്തത്, ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു. പിന്നെ ഹേയ് അച്ഛാ, പിന്നെ പ്ലീസ് മോളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്നുള്ളത്. ഈ 3 എണ്ണത്തിൻ്റെ ലിങ്ക് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് അയക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ സന്തോഷം. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോകളൊക്കെ ചെക്ക് ചെയ്യുന്നല്ലോ. നിങ്ങളിൽ ആർക്കത് വേണമെങ്കിലും എൻ്റെ 96453339 മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ കേട്ടോളൂ. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യ സനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രവേദിരേ മാരുത മന്ദിരേശ. അർത്ഥം ക്രമേണ. ക്രമേണ എന്ന് പറഞ്ഞാൽ അടുക്കിന്, 1 by 1 ആയിട്ടെന്ന് പറയത്തില്ലേ, അടുക്കിന്. സർഗോ, സർഗോ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർമ്മം. പരിവർദ്ധമാനേ, അർത്ഥം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ. പരിവർദ്ധമാനേ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ. കഥാപി, ഒരു ദിവസം. ദിവ്യ, അർത്ഥം ദിവ്യന്മാരായ. സനകാദയസ്തേ, സനകാദികൾ അങ്ങയുടെ, സനകാദികൾ അങ്ങയുടെ. ഭവദ്വിലോകായ, അങ്ങയെ കാണുന്നതിനായി. വികുണ്ഠലോകം, അതായത് വൈകുണ്ഠലോകം. പ്രവേദിരേ, അർത്ഥം എത്തിച്ചേർന്നു. മാരുത മന്ദിരേശ, മാരുത മന്ദിരേശ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ. അപ്പൊ എന്താണ് ഇതൊരു കൊച്ചു ശ്ലോകമാണ്. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ, സൃഷ്ടി ഇങ്ങനെ
ബ്രഹ്മാവിൻ്റെ സൃഷ്ടി പതുക്കെ പതുക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യന്മാരായ സനകാദികൾ ഒരിക്കൽ ഭഗവാന്റെ ദർശനത്തിനായി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. ഈ കുഞ്ഞു ശ്ലോകത്തിന്റെ അർത്ഥം സാരാംശമാണ് ഞാൻ പറഞ്ഞത്. അതായത് പിന്നെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബ്രഹ്മാവിൻ്റെ തന്നെ മാനസപുത്രന്മാരായ സനകാദികൾ എവിടെ എത്തിച്ചേരുന്നു? വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. അതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ശരിക്കും നമ്മൾ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിനകത്ത് നമ്മൾ കണ്ടതാണ്, ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങി. ആ സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവ് സ്ത്രീയെയും പുരുഷന്മാരെയും പ്രത്യേകം സൃഷ്ടിച്ചു, അല്ലേ? എന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ തന്നെ രണ്ട് ഭാവമാണ്. എന്നിട്ട് പല സ്വഭാവ വിശേഷങ്ങളുള്ള സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധപ്പെട്ടപ്പോൾ വ്യത്യസ്ത സ്വഭാവവും പല പല ആകൃതിയുമുള്ള സന്തതി പരമ്പരകളും ഉണ്ടായി. അപ്പോൾ ബ്രഹ്മാവ് സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചു. പല സ്വഭാവമുള്ള സ്ത്രീകൾ, ഇപ്പം ശാന്ത സ്വഭാവിയായ സ്ത്രീകൾ, പിന്നെ ക്രൂര സ്വഭാവിയായ സ്ത്രീകൾ, കാരുണ്യമതിയായ സ്ത്രീകൾ, അതുപോലെ തന്നെ കാരുണ്യമയനായ പുരുഷൻ, ക്രൂര സ്വഭാവമുള്ള മനുഷ്യൻ, അങ്ങനെ പല പല സ്നേഹമില്ലാത്തവൻ, സ്നേഹമുള്ളവൻ, അങ്ങനെ പലവിധ സ്വഭാവങ്ങളോട് കൂടിയ പുരുഷനും സ്ത്രീയും ഭൂമിയിൽ ജനിക്കുകയും അവർ തമ്മിൽ ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും വ്യത്യസ്തമായ സ്വഭാവവും വ്യത്യസ്തമായ ആകൃതിയുമുള്ള സന്തതി പരമ്പരകൾ ഉണ്ടായി. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകാദികൾ ഭഗവാനെ കാണുന്നതിന് വേണ്ടി വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മാനസപുത്രരാണ് സനകാദികൾ. അവരങ്ങനെ വിഷ്ണു ഭക്തിയിൽ ആറാടി നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് അവരോട് സൃഷ്ടികർമ്മം നടത്താൻ പറഞ്ഞപ്പോൾ സനകാദികൾ വിസമ്മതിച്ചു. ഞങ്ങൾക്ക് വിഷ്ണു ഭക്തിയല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ സനകാദികളെ സംബന്ധിച്ചിടത്തോളം മഹാവിഷ്ണുവിന് വളരെയേറെ പ്രിയപ്പെട്ടവരാണ് സനകാദികൾ. ഈ സനകാദികൾ കറതീർന്ന വിഷ്ണു ഭക്തരാണ്. ആ വിഷ്ണു ഭക്തരായ അവർ ദിവ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഏത് ലോകത്തും എപ്പോഴും അവർക്ക് കടന്നു ചെല്ലാം. ആരുടെയും അനുമതി വേണ്ട. ഏത് ലോകത്തും എപ്പോൾ വേണമെങ്കിലും അവർക്ക് കടന്നു ചെല്ലാം. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ഈ സനകാദികൾക്കും പ്രവേശനമില്ലാത്തൊരു സ്ഥലമുണ്ട്, ഗോലോകം. അവിടെ രാധാറാണിയുടെ അനുഗ്രഹമില്ലാതെ ഒരാൾക്കും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ശിവഭഗവാന് പോലും പറ്റത്തില്ല. സാക്ഷാൽ കൃഷ്ണ ഭഗവാന് പോലും എന്തുണ്ടായിരിക്കണം? അനുമതി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവര് എന്താണ്? വിഷ്ണു ഭക്തന്മാരായ ഇവര് ദിവ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഏത് സമയത്തും എവിടെ വേണമെങ്കിലും ഏത് ലോകത്തേക്കും അവർക്ക് കടന്നു ചെല്ലാം. പക്ഷെ അവർക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് ലോകത്തും പോകാമെങ്കിലും അവരങ്ങനെ ഒരു ലോകത്തും പോകാറില്ല. കൈലാസത്ത് വേണമെങ്കിൽ കൈലാസത്ത് പോകാം, ബ്രഹ്മലോകത്ത് വേണമെങ്കിൽ ബ്രഹ്മലോകത്ത് പോകാം, ധ്രുവലോകത്ത് പോകാം, എവിടെയും പോകാം. പക്ഷെ അവർക്ക് ആഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവരങ്ങനെ പോകാറില്ല, യാത്ര ചെയ്യാറില്ല. എന്നാൽ അവർ കഠിന വിഷ്ണു ഭക്തരായതുകൊണ്ട് അവർക്ക് മഹാവിഷ്ണുവിനെ കാണാൻ ഭയങ്കര കൊതിയാണ്, കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സനകാദി മുനികൾ വൈകുണ്ഠത്ത് എത്തിച്ചേർന്നു. ഈ വൈകുണ്ഠത്തെ വികുണ്ഠലോകമെന്നാണ് ആചാര്യന്മാർ വിളിക്കുന്നത്. വൈകുണ്ഠത്തെ വികുണ്ഠലോകമാക്കിയപ്പോൾ, അതായത് വികുണ്ഠലോകം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളില്ലാത്ത ലോകമെന്നാണ് അർത്ഥം. അപ്പൊ ആചാര്യന്മാര് വൈകുണ്ഠത്തെ വികുണ്ഠലോകമെന്ന് വിളിക്കുന്നു. അവിടെ ഒന്നിനും ഒരു തടസ്സമില്ല. ആർക്കും എപ്പോഴും വരാവുന്ന അർഹതയുള്ളവരെ അവിടെ എത്തത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു ലോകമായതുകൊണ്ട് അതിനെ വികുണ്ഠം, കുണ്ഠം തടസ്സമുള്ളത്, വികുണ്ഠം തടസ്സമില്ലാത്തത്, അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കൂ? അങ്ങനെയുള്ള വികുണ്ഠലോകം ഇതാ കുണ്ഠത ഉണ്ടാകാൻ പോവുകയാണ്. ഈ തടസ്സങ്ങളില്ലാത്ത വൈകുണ്ഠത്തിൽ ഒരു തടസ്സം വരാൻ പോവുകയാണ്. അത് നമുക്ക് ആ രണ്ടാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഇത് വികുണ്ഠമാണ്, തടസ്സങ്ങളില്ലാത്തതാണ്.
പക്ഷെ അത് കുണ്ഡലോകമായി മാറാൻ പോവുകയാണ്. സനകാദികൾ അതിനെ മാറ്റാൻ പോവുകയാണ്. സനകാദികളുടെ ഈ വരവിന് തന്നെ ഒരു വലിയ ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? ജനങ്ങൾ പെരുകി ഭൂമിയിൽ. നേരത്തെ പറഞ്ഞു പലതരത്തിൽപ്പെട്ട സ്വഭാവമുള്ളവരാണ്. അതോടുകൂടി ഭൂമിയിൽ എന്ത് സംഭവിച്ചു? അധർമ്മം പെരുകി. ഈ അധർമ്മത്തെ അമർച്ച ചെയ്യണമെങ്കിൽ ഭഗവാൻ ഭൂമിയിൽ എത്തിയാലേ പറ്റൂ. മനസ്സിലല്ലേ? ഭൂമിയിൽ അധർമ്മം പെരുകിക്കഴിഞ്ഞു. അധർമ്മം ഇല്ലാതാക്കാൻ ഭഗവാൻ ഭൂമിയിൽ എത്തിയേ പറ്റൂ. ഭഗവാൻ ഭൂമിയിൽ വരണമെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാക്കണം, ഒരു കാരണമുണ്ടാക്കണം. ഈ കാരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആര് വന്നിരിക്കുന്നത്? സനകാദി മുനികൾ വന്നിരിക്കുന്നത്. അതും ഒരു ഭഗവാന്റെ പ്രേരണ തന്നെ ആയിരിക്കും. സനകാദികളെ വാ, നിങ്ങൾ വന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്ക്, എന്നാലേ എനിക്ക് ഭൂമിയിലേക്ക് വരാൻ പറ്റൂ. അപ്പൊ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഒരു തടസ്സവുമില്ലാത്ത വൈകുണ്ഠ ലോകത്തെ തടസ്സങ്ങളുള്ള ആ കുണ്ഡലോകമാക്കി മാറ്റി, ശരിക്കും പറഞ്ഞാൽ വൈകുണ്ഠത്തിൽ ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടാക്കാനാണ് സനകാദികളുടെ വരവ്. എന്തായിരിക്കും ആ പ്രശ്നം? എന്തായിരിക്കും ആ പ്രശ്നം? കഠിന വിഷ്ണു ഭക്തരായ സനകാദികൾ എന്തിനാണ് വന്നത്? കാത്തിരിക്കൂ, അടുത്ത തിങ്കളാഴ്ച. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.